അവസാനം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തൻ്റെ മകൻ ഉദയനിധിയെ ഡെപ്യൂട്ടി CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. ഇത് നമ്മളിൽ പലരും പ്രതീക്ഷിച്ചിരുന്നതാണ്. എങ്കിലും ഇതത്ര വേഗം സംഭവിക്കുമെന്ന് കരുതിയില്ല. പല സീനിയർ നേതാക്കളെയും തഴഞ്ഞാണ് സ്റ്റാലിനെ അദ്ദേഹത്തിൻ്റെ പിതാവ് കരുണാനിധി പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ കരുണാനിധി അത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്താണ്. കരുണാനിധി മരിക്കുന്ന സമയം വരെയും പാർട്ടിയുടെ കൺട്രോൾ കരുണാനിധിയിൽ തന്നെയായിരുന്നു. അതിനുശേഷമാണ് സ്റ്റാലിനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഏതാണ്ട് ആ പ്രക്രിയ സ്റ്റാലിൻ തൻ്റെ മകന് വേണ്ടി അല്പം മുൻകൂട്ടി തന്നെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ചേഞ്ച്, അതായത് ഉദയനിധിയുടെ പാർട്ടിയിലും ഗവൺമെൻറ്റിലുമുള്ള എലിവേഷൻ, അത് DMK-യിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കുവാൻ പോകുന്നതെന്ന് വരുന്ന ആഴ്ചയിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ DMK-യിലെ പല സീനിയർ നേതാക്കളും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രത്യക്ഷത്തിൽ പറയുന്നില്ല എങ്കിലും ഈ പലർക്കും ഇതിനോട് താല്പര്യമുള്ളവരല്ല. അതുകൊണ്ട് വരും ആഴ്ചകളിൽ ഈ പലരും പ്രകടമായി തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്തും എന്നാണ് കരുതുന്നത്. ഈ ഒരു ചേഞ്ചോടെ, ഈ ഉദയനിധിയുടെ എലിവേഷനോടെ ഒരുപക്ഷേ DMK സഖ്യകക്ഷികളും ഭരണത്തിൽ കൂടുതൽ പങ്കാളിത്തം ആവശ്യപ്പെട്ടേക്കാം. ഈ തിരുമാവളവൻ്റെ VCK എന്ന പാർട്ടി അങ്ങനെ ഒരു ആവശ്യം ഓൾറെഡി ഉന്നയിച്ചു കഴിഞ്ഞു. അവർ ചോദിക്കുന്നത്, ഉദയനിധിയെപ്പോലൊരു സിനിമാ നടന് ഒരു ദിവസം പെട്ടെന്ന് ഡെപ്യൂട്ടി CM ആവാമെങ്കിൽ എന്തുകൊണ്ട് തിരുമാവളവന് മുഖ്യമന്ത്രി ആയിക്കൂടാ? ന്യായമായ ചോദ്യമല്ലേ? 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഏതാണ്ട് സമാനമായ ആവശ്യവുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് വരും. ഈ പല സംസ്ഥാനങ്ങളിലും ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ഈ VP സിംഗിൻ്റെയും വാജ്പേയിയുടെയും ഒക്കെ കാലത്ത് നമുക്ക് ഉപപ്രധാനമന്ത്രിമാരും ഉണ്ടായിരുന്നു. അതിനൊന്നും ഭരണഘടനാപരമായിട്ട് യാതൊരു തടസ്സങ്ങളുമില്ല. ഈ ഭരണഘടനാ പ്രകാരം രാഷ്ട്രപതിയെ അല്ലെങ്കിൽ സംസ്ഥാന ഗവർണർമാരെ ഭരണത്തിൽ സഹായിക്കുവാനുള്ള ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ് മന്ത്രിസഭ. മന്ത്രിസഭയുടെ തലവനാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിമാരാകാം, മുഖ്യമന്ത്രിമാരും ആകാം. അതിനൊന്നും യാതൊരു തടസ്സങ്ങളുമില്ല. പക്ഷേ സ്റ്റാലിൻ തൻ്റെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിക്കും ജനങ്ങൾക്കുമുള്ള ഒരു സിഗ്നലാണ്, ഒരു സന്ദേശമാണ്. അതിനേക്കാൾ ഉപരി DMK-യിലെ സീനിയർ ലീഡേഴ്സിനുള്ള ഒരു സന്ദേശമാണത്. അതായത് ഇനി മുതൽ ഉദയനിധി ആയിരിക്കും പാർട്ടിയിലും ഭരണത്തിലും നമ്പർ 2. അതാണ് ആ സന്ദേശം. മാത്രമല്ല, ഇനി പാർട്ടിയിൽ ടിക്കറ്റ് ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതും ഉദയനിധി ആയിരിക്കും. ആ സന്ദേശവും കൂടി അതിനകത്തുണ്ട്. ഈ സ്റ്റാലിൻ്റെ അഭാവത്തിൽ സ്റ്റാലിന് വേണ്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇനി ഉദയനിധി ആയിരിക്കും. ആ സന്ദേശവും അതിനകത്തുണ്ട്. DMK അടക്കമുള്ള ഈ പാർട്ടികളൊക്കെ ജനാധിപത്യ പാർട്ടികളാണെന്നാണ് അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇവർ നടത്തുന്നത് ജനാധിപത്യമൊന്നുമല്ല. ഈ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ഫാമിലി എൻ്റർപ്രൈസസുകളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ മിക്കതും. മാത്രമല്ല, ഈ ഫാമിലി ബിസിനസ് നടത്തുന്ന ഈ പാർട്ടികളെല്ലാം ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. ചിലതൊന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ല, പക്ഷേ അവർ BJP-ക്കെതിരാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യ സഖ്യത്തിലുള്ള അവരുടെ സഖ്യകക്ഷികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവുന്നതേ ഉള്ളൂ. കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ്, ആരാണ് അതിൻ്റെ നേതാക്കൾ? ഫാറൂഖ് അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ മകൻ ഒമർ അബ്ദുള്ളയും. അവിടുന്ന് താപ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി, ആരാണ് അതിൻ്റെ നേതാക്കൾ? മുലായം സിംഗ് യാദവും അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവും. ഇനി DMK-യുടെ കാര്യം എടുത്താൽ അതിൽ 2 തലമുറ മാറ്റം ഈ ഫാമിലി ബിസിനസ്സിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. കരുണാനിധി, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ സ്റ്റാലിൻ, ഇപ്പം സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി. ഇനി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് IUML, അതിൻ്റെ കാര്യം എടുത്തു നോക്കാം. അതൊരു ക്ലാസിക് എക്സാമ്പിളാണ്. പാണക്കാട് ഫാമിലിയിൽ നിന്ന് മാത്രമാണ് അവരുടെ എല്ലാ പ്രസിഡന്റുമാരും വരുന്നത്. ഇനി NCPയുടെ കാര്യം ഒന്ന് എടുത്തു നോക്കാം. ശരത് പവാറിൻ്റെ, അതിൽ ശരത് പവാറും ശരത് പവാറിൻ്റെ മകളും. ഈ ശരത് പവാർ തൻ്റെ മകളെ തലപ്പത്തേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചപ്പോൾ പാർട്ടി സ്പ്ലിറ്റായി. അച്ഛനും മകളും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി.
ബാക്കിയുള്ളവർ ഈ ഫാമിലി ബിസിനസ്സിൽ പെടാത്ത ആൾക്കാർ അവർ BJPയുടെ കൂടെ NDAയിൽ ചേർന്നു. അതേപോലെ തന്നെയാണ് ശിവസേനയും. BJPയുടെ ലോങ്ങസ്റ്റ് സഖ്യകക്ഷിയാണ് ശിവസേന. ബാൽ താക്കറയ്ക്ക് ശേഷം മകൻ ഉദ്ധവ് താക്കറെ പാർട്ടിയുടെ പ്രസിഡന്റായി. ബാൽ താക്കറയുടെ മരണത്തിന് ശേഷം ഉദ്ധവ് താക്കറയുടെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതോടെ ശിവസേനയും സ്പ്ലിറ്റായി. ശിവസേനയിലെ ഡെമോക്രാറ്റിക് പോർഷൻ, അതായത് ഈ ഫാമിലി ബിസിനസ്സിൽ പെടാത്ത ആൾക്കാർ ഏകനാഥ ഷിൻഡെയുടെ നേതൃത്വത്തിൽ BJPയുടെ NDAയിലെത്തി. ഈ DMK പോലെ തന്നെ ഒരു 2 ജനറേഷൻ തലമുറ മാറ്റം ഈ ശിവസേനയുടെ ഫാമിലി ബിസിനസ്സിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാൽ താക്കറയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഉദ്ധവ് താക്കറെ, ഉദ്ധവ് താക്കറയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ താക്കറെ. അപ്പം ഇതാണ് ഈ പാർട്ടികളിലൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ കൂടെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യകക്ഷി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇന്ത്യ മുന്നണിയിൽ ഇല്ലാത്ത എന്നാൽ BJPയെ എതിർക്കുന്ന ചില ഫാമിലി ബിസിനസ്സുകാരുണ്ട്. ആന്ധ്രാപ്രദേശിൽ YSR റെഡ്ഡി, അദ്ദേഹത്തിൻ്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡി, YSR കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. ഇതും ഒരു തരത്തിൽ ഒരു ഫാമിലി ബിസിനസ്സാണ്. അതേപോലെ തെലുങ്കാനയിലെ KCRഉം അദ്ദേഹത്തിൻ്റെ മകൻ KTRഉം, ഒറീസയിൽ ബിജു പട്നായിക്കും അദ്ദേഹത്തിൻ്റെ മകൻ നവീൻ പട്നായിക്കും. ഇപ്പം ഇവരൊന്നും KCRഉം KTRഉം ബിജു പട്നായിക്കും നവീൻ പട്നായിക്കും YSRCP ഒന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല. പക്ഷേ അവർ BJPക്കെതിരാണ്. ഈ ഫാമിലി ബിസിനസ്സുകാർ മുഴുവൻ ജനങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ വീട്ടിലിരിക്കുക. മറ്റൊരു വലിയ ജനാധിപത്യവാദിയാണ് RJD, ലാലു പ്രസാദ് യാദവിൻ്റെ RJD. അയാൾ വലിയ സോഷ്യലിസ്റ്റും ജനാധിപത്യവാദിയും എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ സംഭവിക്കുന്നത് ലാലു മാറിക്കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി അയാളുടെ ഭാര്യ. ഇവർക്ക് 2 ആൺപിള്ളേരാണുള്ളത്. ഇനി ലല്ലുവും ഭാര്യയും മാറിക്കഴിഞ്ഞാൽ അവന്മാരാണ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും. അതാണ് അവരുടെ ജനാധിപത്യം. ഈ കക്ഷികൾ, ഈ കക്ഷികളെല്ലാം, ഈ ഫാമിലി ബിസിനസ് കക്ഷികളെ മുഴുവൻ നയിക്കുന്നതാരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലക്ഷണമൊത്ത ഫാമിലി ബിസിനസ്സുകാരാണ്. അവരുടെ ഈ ഫാമിലി ബിസിനസ് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. 1928 അവരുടെ ബിസിനസ് തുടങ്ങുന്നത്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുടുംബാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. 1928 മോട്ടിലാലിൻ്റെ കാലം തൊട്ടാണ് അവർ കുടുംബാധിപത്യം പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത്. നോക്കൂ, മോട്ടിലാൽ നെഹ്റു, അതിനുശേഷം ജവഹർലാൽ നെഹ്റു, പിന്നെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഇനി രാഹുലിന് പിള്ളേരുണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി, അവരുടെ മക്കൾ, അതുമല്ലെങ്കിൽ അവരുടെ കെട്ടിയവൻ. ഇതാണ് അവിടുത്തെ ജനാധിപത്യം. നോക്കൂ, എത്ര തലമുറയാണ് ഇവർ ഈ ഫാമിലി ബിസിനസ് കൊണ്ടു നടക്കുന്നതെന്ന്. ഞാനിവിടെ പറഞ്ഞ ഈ ഫാമിലി ബിസിനസ്സുകാരും അവരുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല അധികാര സ്ഥാനങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഇവരാരും യഥാർത്ഥ ജനാധിപത്യ രീതിയിലല്ല പാർട്ടിയുടെ തലപ്പത്തേക്കും വന്നിരിക്കുന്നത്. ഇൻക്ലൂഡിങ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആദ്യ പ്രധാനമന്ത്രിയായത് ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെയാണ്. ഇവർക്ക് ജനാധിപത്യം അറിയില്ല, ഇവർക്കത് ഇഷ്ടമല്ല, അടിയന്തരാവസ്ഥയാണ് ഇവരുടെ പാരമ്പര്യം. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ നരേന്ദ്രമോദിയെ ജനാധിപത്യം എന്താണെന്ന് പഠിപ്പിക്കും. കഷ്ടം. പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരാ, ഇടതുപക്ഷക്കാരാ, ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾ നരേന്ദ്രമോദിയോടുള്ള വിരോധം മാറ്റി വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ജനാധിപത്യ വിരുദ്ധരെ നിങ്ങൾ തിരിച്ചറിയണം. പ്ലീസ്. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.